തുടർച്ചയായി ഡീസൽ വില വർദ്ധിപ്പിക്കുന്നത് മൂലം സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ അഭിപ്രായം. യാത്രാ നിരക്ക് വർധനവ് നിലവിൽ വന്ന ശേഷം 6 തവണ ഡീസൽ വില കൂട്ടി. നോട്ട് പ്രതിസന്ധി മൂലം 3 മാസത്തിനിടെ 40% യാത്രക്കാരുടെ കുറവുണ്ടായതായും ബസ് ഉടമകൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് നീങ്ങുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള മിനിമം ചാർജ് 5 രൂപയെങ്കിലും ആക്കണം. ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകളുടെ ഇപ്പോഴത്തെ മിനിമം ചാർജ് 7 രൂപ എന്നുള്ളത് 9 രൂപയ്ക്ക് വർദ്ധിപ്പിക്കണം. ഇപ്പോഴത്തെ കിലോമീറ്റർ നിരക്ക് 64 പൈസ എന്നുള്ളത് 70 പൈസയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. തിങ്കളാഴ്ച ഗതാഗത മന്ത്രിയുമായി നിരക്ക് വർധനയെപ്പറ്റി ചർച്ച നടത്തും. ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ സർവീസ് നിർത്തിവെച്ച് സമരം ആരംഭിക്കാനാണ് തീരുമാനം. ഇതിനിടെ ഡീസൽ വില വർധനവിലുണ്ടായ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ നികുതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. UDF സർക്കാർ പലതവണ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന് കിട്ടേണ്ട ടാക്സ് പിൻവലിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മീഡിയ 1 തൃശൂർ.